മാത്രമേ എടുക്കാവൂ, മുകളിലോട്ട് എടുക്കരുത്. മുകളിലോട്ട് എടുക്കാതെ തന്നെ വീണ്ടും താഴേക്ക്, വീണ്ടും അത്രയും തന്നെ ആ ഒരു വൈബ്രേഷൻ, ആ സൗണ്ട് വരെ കൊണ്ടുവരിക, വീണ്ടും താക്കുക. അപ്പൊ ആ വീഡിയോ 90% ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ തന്നെ സ്വല്പം ഇങ്ങോട്ട് എടുത്ത് വെച്ചാൽ ഈ ബ്രേക്കിൽ നിന്ന് മാറ്റും. ഈ ബ്രേക്കിൽ നിന്ന് മാറ്റുമ്പോൾ അത് ആ ബൈറ്റിംഗ് പോയിന്റിലാകാത്തതുകൊണ്ട് എന്ത് സംഭവിക്കും, ബാക്കിലേക്ക് വീണ്ടും പോകും. പിന്നെ എന്ത് ചെയ്യും, അവര് വീണ്ടും ക്ലച്ചാണ് ചവിട്ടും. ബാക്കിലോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, പെട്ടെന്ന് ക്ലച്ചങ്ങ് എടുക്കും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും, വണ്ടി ഇടിച്ച് അങ്ങ് ഓഫായി പോകും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ വീഡിയോ ആണ്. അതായത് പ്രത്യേകിച്ച് പലരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ. ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്കിലും അത് കാണാത്തതുകൊണ്ടായിരിക്കും പലരും വന്നിട്ട് ഇതിനെപ്പറ്റി വന്ന് ചോദിച്ചത്. അതായത് ഹാഫ് ക്ലച്ചിനെ പറ്റിയാണ്. എങ്ങനെ കൃത്യമായിട്ട് ഹാഫ് ക്ലച്ച് നിർത്തി, അങ്ങനെ കൃത്യമായിട്ട് ഒരു കയറ്റത്താണെങ്കിലും ട്രാഫിക് ബ്ലോക്കിലാണെങ്കിലും കൃത്യമായിട്ടൊരു ഹാഫ് ക്ലച്ച് മനസ്സിലാക്കി കൃത്യമായിട്ടൊരു വാഹനം ബാക്കിലേക്ക് ഉരുളാതെയും ഓഫ് ആകാതെയും വാഹനം മുൻപോട്ട് ഓടിക്കാം എന്നതിനെ പറ്റിയാണ്. ഒരു വാഹനം പലപ്പോഴും കയറ്റത്തൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് ബാക്കിലേക്ക് പോകുന്നു, വണ്ടി ഓഫായി പോകുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പലർക്കും. ഇങ്ങനെയുള്ളവരാണ് നിങ്ങൾ. അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ മുഴുവനായി കണ്ടാൽ മാത്രമേ കൃത്യമായിട്ടും, നിങ്ങൾ പകുതി കണ്ടേച്ച് പോയിട്ട് പിന്നെ എനിക്കത് മനസ്സിലായില്ല എന്ന് പറയാം. നിങ്ങൾ കൃത്യമായിട്ട് മുഴുവനും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകും. നിങ്ങൾക്ക് പേടി കൂടാതെ തന്നെ ഒരു കയറ്റമാണെങ്കിലും ഒരു ട്രാഫിക് ബ്ലോക്ക് ആണെങ്കിലും കൃത്യമായിട്ട് ആ ക്ലച്ച് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യണം നിലനിർത്തി നിങ്ങൾക്ക് പേടി കൂടാതെ തന്നെ നിങ്ങൾക്ക് ഒരു വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങട്ടെ, നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ വിരോധമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും നിങ്ങളെല്ലാം കണ്ടെന്ന് ജോ ഡ്രൈവിംഗ് എന്ന പേര് തന്നെയാണ്. പേജ് ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. 10-15 വർഷമായിട്ട് ലൈസൻസ് കയ്യിലുണ്ട്, പക്ഷെ സ്വന്തം വണ്ടി വീട്ടിൽ ഉണ്ടായിട്ടും ആ വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാത്ത പലരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കെല്ലാം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതായത് നമുക്ക് എങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു ഹാഫ് ക്ലച്ചിന്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ അത് ആദ്യമേ മുഴുവനായ കാര്യങ്ങളൊക്കെ പറയാം. നമുക്ക് ഹാഫ് ക്ലച്ച് എന്ന സംഗതി ഇല്ല. നമ്മളെല്ലാം പറയുന്നത് എന്താ, ഹാഫ് ക്ലച്ച് എന്നാണ്. ഈ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നതിന്റെ അർത്ഥം, ഹാഫ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ, എന്തിന്റെ പകുതിക്കാണ് നമ്മൾ ഹാഫ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ പല പല വണ്ടികൾ ഓടിക്കുക. കാരണം നിങ്ങൾ നിങ്ങൾ പഠിച്ച വണ്ടി അല്ലായിരിക്കും നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന വണ്ടി. നിങ്ങൾ ആ വണ്ടി നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകും. കാരണം പുതിയ വണ്ടി അനുസരിച്ച് 25-30 ആകുമ്പോഴേ എന്താവും, ആ ക്ലച്ച് എന്ന് കാലം മുന്നോട്ട് മൂവ് ആകുമ്പോഴേ വണ്ടി മൂവ് ആയി തുടങ്ങും. അതേസമയം ഇടത്തരമാനൊക്കെ ആകുമ്പോഴോ ഒരു 40-45 ആകുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഒരു പഴയ വണ്ടിയാകുമ്പോൾ ഒരു 60-65 ആകാതെ എന്ത് ചെയ്തില്ല, ഈ വാഹനം മൂവ് ആകത്തില്ല. അപ്പൊ നമുക്ക് ഹാഫ് ക്ലച്ച് എന്ത് ചെയ്യുമ്പോൾ, ഹാഫ് ക്ലച്ച് എന്നല്ല പറയേണ്ടത്, ബൈറ്റിംഗ് പോയിന്റ് എന്ന് വേണം പറയാം. കാരണം നമ്മൾ എന്തിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ പോയിന്റ് ആണ് ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ള വണ്ടിയിൽ പോയി നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ വണ്ടി എടുക്കുമ്പോഴേ തെറിച്ചു പോകുന്നത് ഓഫായി പോകാനുള്ള കാരണം, വണ്ടി ക്ലച്ച് എടുക്കുന്നതിന് മുമ്പ് വണ്ടി മൂവ് ആയി തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് പേടിയാണ്, നിങ്ങൾ പെട്ടെന്ന് ആ സമയത്ത് വലിച്ചെടുക്കുക, എന്നിട്ട് വണ്ടി തെറിച്ച് പോകുക, അല്ലെങ്കിൽ വണ്ടി ഓഫായി പോവുക ചെയ്യുന്നതിന്റെ കാരണം കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് കട്ടിയായിട്ട് തോന്നുകയൊക്കെ ചെയ്യുന്നതിന്റെ കാരണം. അപ്പൊ നമ്മൾ ആ ഒരു ഹാഫ് ക്ലച്ച് നോക്കി മനസ്സിലാക്കി ഇരിക്കുന്നതുകൊണ്ടാണ് ആ സമയം വരെ നമ്മൾ എന്ത് ചെയ്തില്ല, ബ്രേക്ക് ഒന്നും മാറ്റുന്നില്ല. കാരണം ഇതൊരു കാൽഭാഗം കഴിയുമ്പോൾ വണ്ടി മൂവ് ആയി നിങ്ങളുടെ കാല് വിട്ടിരിക്കുക, മറ്റേ കാല് ബ്രേക്ക് ആയിരിക്കും, വണ്ടി എന്ത് സംഭവിക്കും, ഒന്നിടിച്ച് ഓഫായി പല തെറിച്ചങ്ങ് പോകും. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ പേടികളൊക്കെ വണ്ടിക്ക് എടുക്കുന്നതിന് മുമ്പ് ക്ലച്ച് എടുക്കുമ്പോൾ ഭയങ്കര സ്പീഡായിട്ട് തോന്നുന്നതും, വീടിന്റെ മുറ്റത്ത് കിടക്കുമ്പോഴാണ് കാർപ്പത്തി കിടക്കുന്ന സമയത്തൊക്കെ എടുക്കുമ്പോഴാണ് അവിടെ പോയി ഇടിക്കും എന്നുള്ള പേടിയാണ് നിങ്ങൾ എന്താ ആ വണ്ടിയുടെ കയറാൻ മടിക്കുന്നത്. കൃത്യമാണ് നിങ്ങളുടെ കാലയുടെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ ഹാഫ് ക്ലച്ച് എന്നല്ല പറയണ്ട, ബൈറ്റിംഗ് പോയിന്റ്. അതെങ്ങനെയാണ് പഠിച്ചെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ, ഞാനൊരു കണക്കായിട്ട് തരും, നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി. അതായത് ക്ലച്ചിന് താഴെ 0, മുകളിൽ 100. ക്ലച്ചിന് താഴെ 0. ഞാനിത് പഠിക്കുന്നവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. അറിയാവുന്നവരാരും ഇത് കാണണമെന്നില്ല. കാരണം അറിയാവുന്നവർ വന്നിട്ട് ഇതെന്തിനാ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് നമുക്ക് തോന്നാം. നിങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് അവർക്ക് ഒരു വണ്ടി എടുക്കാൻ കഴിയാതെ വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ എന്റെ വീഡിയോയിൽ വന്നിട്ട് കമന്റായിട്ട് ചോദിച്ചതും അറിവില്ലാത്തതുകൊണ്ടാണ് എന്നോട് ചോദിക്കാനുള്ള കാരണം. അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ നാണം ഒന്ന് വിചാരിക്കണം. നിങ്ങൾ അറിയില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ നാണം ഒന്ന് വിചാരിക്കേണ്ട. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്റെ ചാനലിനകത്തോട്ട് വന്നിട്ട് ഡ്രൈവിംഗ് സംബന്ധമായിട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ ഞാനത് വീഡിയോ രൂപത്തിലോ അല്ലാതെ കമന്റായിട്ടോ ഞാനത് മനസ്സിലാക്കി പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ട്, നിങ്ങൾ നാണം വിചാരിക്കേണ്ട. മറ്റുള്ളവർ കണ്ടാലോ, അല്ല ഞാനിത് ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ കണ്ടാൽ എന്നെ കളിയാക്കുമോ, നിങ്ങൾ അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ നിങ്ങളോട് പറഞ്ഞു തരുന്നില്ല. കാരണം അവരന്നേരം ദേഷ്യപ്പെടുമല്ലാതെ നിങ്ങളോട് പറഞ്ഞു തരുന്നില്ല. അപ്പം നിങ്ങൾ നാണോ എന്ന് വിചാരിക്കുന്നത് വീഡിയോയുടെ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തിയാൽ അത് മറ്റുള്ളവർ കാണുകയും ചെയ്യും, നിങ്ങൾ ചോദിച്ചായിട്ട് കാണുകയും ചെയ്യും. അതിന് സംശയം ഞാൻ ആൻസർ പറയുകയും ചെയ്യുന്നതായിരിക്കും. അപ്പൊ ക്ലച്ചിന് താഴെ 0, മുകളിൽ 100, താഴെ 0, മുകളിൽ 100. അപ്പൊ നമ്മൾ ഈ 50 എന്ന് പറയുമ്പോൾ എവിടെ വരും, നമ്മളെല്ലാം പറഞ്ഞ് പഠിച്ചു വെച്ചിരിക്കുന്ന എന്റെ തന്നെ അങ്ങ് എടുക്കാം. ഹാഫ് ക്ലച്ച് എന്ന് പറയാറുണ്ട്. ഇതാണല്ലേ ആ ബൈറ്റിംഗ് പോയിന്റ്. അവിടം വരെയും ഒരു പ്ലേ ആണ്, താഴെയും പ്ലേ ആണ്, മുകളിലും പ്ലേ ആണ്. അപ്പൊ നമ്മൾ പറയാറുണ്ട് ഹാഫ് ക്ലച്ച് എന്ന പകുതിക്ക്.
കേട്ടില്ലേ? അവിടം വരെ നമ്മൾ എന്താണ് പ്ലേ ആണ്. അപ്പൊ നമ്മൾ ഗിയർ ഇട്ടിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പുതിയ വണ്ടിയും പഴയ വണ്ടി ഇടത്തരം വണ്ടിയൊക്കെ വരുന്ന ക്ലച്ചിന് നമുക്ക് ഓരോ മൂവ്മെന്റ്സ് തുടങ്ങുന്നതിനകത്ത് മൂവ്മെന്റ്സ് സ്റ്റാർട്ടിങ്ങിന് താമസം വരുന്നതുകൊണ്ട് പുതിയ വണ്ടി ആകുമ്പോൾ പെട്ടെന്നായിരിക്കും. അപ്പം നിങ്ങളത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ നിർത്തിക്കൊണ്ട് ഗിയർ ഇടുക. ഗിയർ ഇട്ട് നിങ്ങൾ ബ്രേക്ക് ഒന്നും മാറ്റരുത്, ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുത്ത് നോക്കുക. അപ്പൊ നമുക്ക് തന്നെ അറിയാം, ഒരു വൈബ്രേഷനും വിറയലും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ബൈറ്റിംഗ് പോയിന്റ് ആയിട്ടുണ്ട്, ക്ലച്ചിൽ നിന്നിട്ടുണ്ട്, ബാക്കിലേക്കും ഇല്ല, അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കും പോകാത്തൊരു ആ ഒരു സിറ്റുവേഷൻ ആണ് ആ സമയത്ത്. അവിടെ നിന്ന് വരെ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അത്രയും മാത്രമേ എടുക്കാവൂ, മുകളിലോട്ട് എടുക്കരുത്. മുകളിലോട്ട് എടുക്കാതെ തന്നെ വീണ്ടും താഴേക്കുക, വീണ്ടും അത്രയും തന്നെ ആ ഒരു വൈബ്രേഷൻ ആ സൗണ്ട് വരെ കൊണ്ടുവരിക, വീണ്ടും താക്കുക. അപ്പൊ ആ കാലിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആ ഒരു ബാലൻസ് കിട്ടും. ആ ബാലൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ സ്വല്പം ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് ബാക്കിലേക്ക് ഒന്ന് അനങ്ങിയെന്ന് പറഞ്ഞാലും പേടിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുകളിലോട്ട് ഒന്ന് അനക്കിയാൽ മതി, വണ്ടി മൂവ് ആകുമ്പോൾ നമുക്ക് പേടിക്കാതെ നമുക്ക് മനസ്സിലായി നമുക്ക് എടുക്കാൻ കഴിയും. നമ്മൾ ഈ പലപ്പോഴും ഈ വീഡിയോ 90% ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ രണ്ട് സ്വല്പം ഇങ്ങോട്ട് എടുത്ത് വെച്ചാൽ ഈ ബ്രേക്കിൽ നിന്ന് മാറ്റും. ഈ ബ്രേക്കിൽ നിന്ന് മാറ്റുമ്പോൾ അത് ആ ബൈറ്റിംഗ് പോയിന്റിലാകാത്തതുകൊണ്ട് എന്ത് സംഭവിക്കും? ബാക്കിലേക്ക് വീണ്ടും പോകും. പിന്നെ എന്ത് ചെയ്യും? അവര് വീണ്ടും ക്ലച്ചാണ് ചവിട്ടും. ബാക്കിലോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? പെട്ടെന്ന് ഇപ്പൊ ക്ലച്ച് അങ്ങ് എടുക്കും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? വണ്ടി ഇടിച്ച് അങ്ങ് ഓഫായി പോകും. പിന്നെ ബ്രേക്ക് വെച്ചിട്ട് പിന്നെ ക്ലച്ച് എടുക്കണോ ബ്രേക്ക് എടുക്കണോ? പിന്നെ പേടിയാണ്, ബാക്കി വരുന്ന വണ്ടിയെ തട്ടും, ബാക്കിലേക്ക് തന്നെ വണ്ടി പോകുന്നുള്ള പേടി കാരണം എന്ത് ചെയ്യും? പിന്നെ ആ ഒരു കയറ്റത്തിന് വണ്ടി എടുക്കാനൊക്കെ പേടിയാകും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ കയറ്റത്ത് കൊണ്ട് നോക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ ആ ബ്രേക്ക് കാല് വെച്ചോണ്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക. അത്രയും തന്നെ വൈബ്രേഷൻ വരുന്ന സമയത്ത് വീണ്ടും താക്കുക, വീണ്ടും പോക്കുക. ഈ ഒരു രീതി വരുമ്പോൾ നമുക്ക് അത്രത്തോളം കാലിന്റെ ആ ഒരു ബാലൻസ് കിട്ടും. ആ ഒരു കാലിന്റെ ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ട്രാഫിക് ബ്ലോക്കിലാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരു വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഒന്ന് മാറിയിട്ട് ഒന്ന് അനങ്ങി എന്ന് പറഞ്ഞാൽ ചെയ്യാം, ആ ക്ലച്ചിനെ ഒന്ന് അനക്കിയാൽ മതി, മുകളിലോട്ട് മാറുമ്പോൾ തന്നെ വണ്ടി മൂവ് ആകുമെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബൈറ്റിംഗ് പോയിന്റ് കിട്ടും. ആ ബൈറ്റിംഗ് പോയിന്റ് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ ട്രാഫിക് ബ്ലോക്കിലാണ് ഇപ്പോൾ ഒരു വണ്ടി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും, അതുപോലെ തന്നെ ട്രാഫിക് ബ്ലോക്കുകൾ വീടിന്റെ മുറ്റത്ത് നിന്ന് എടുക്കുമ്പോഴേ, കാർ പോർച്ചിൽ നിന്ന് എടുക്കുമ്പോഴേ, അതുപോലെ ഇടിഞ്ഞ സ്ഥലത്ത് ഇതെല്ലാം നമ്മൾ എടുക്കുകയാണ്. ആ സമയത്തൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്? ഈ ക്ലച്ചിൽ എടുത്തുകൊണ്ട് ഓടരുത്. അപ്പൊ ക്ലച്ചിന്റെ മുകളിലോട്ട് വരുന്തോറും എന്ത് സംഭവിക്കും? വണ്ടിക്ക് സ്പീഡാണ്. ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി, അതിയായ ആഗ്രഹമാണ് വാഹനം തനിയെ ഓടിക്കാൻ, പക്ഷെ പേടിയാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ കേരളത്തിലെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ബന്ധപ്പെടാം. ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ബന്ധപ്പെടാം. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തതിനു ശേഷം 1-2 പ്രാക്ടീസ് പോയതല്ലേ, പ്രായം കൊണ്ടായിരിക്കും, നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം, 75-80 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം വീട്ടിലുണ്ടായിട്ടും എന്തുകൊണ്ട് പേടിച്ചിരിക്കുന്നു? നമ്മള് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് കൃത്യമായിട്ടൊരു ധാരണയില്ല. എന്തൊക്കെയാണ് നമ്മൾ കയ്യും കാലും ഇല്ലാതെ ഒരു ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ കൃത്യമായിട്ടൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പേടികളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ എന്റെ ജില്ല ഏതാണ്ട് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് പറയാനുള്ള കാരണം പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കും, ഞങ്ങളുടെ ജില്ലയിൽ വരുമോ? ഞങ്ങളുടെ ജില്ല, നിങ്ങൾ കേരളത്തിലാണ്, ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇതുപോലെ തന്നെ നിരപ്പത്ത് കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ തന്നെയാണല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ സ്പേസ് ഉണ്ടല്ലോ, ഈ നിരപ്പല്ല നിങ്ങൾ ഹാഫ് ക്ലച്ച് അല്ലെങ്കിൽ ബൈറ്റിംഗ് പോയിന്റ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കയറ്റത്ത് തന്നെ നിങ്ങളോട് പ്രാക്ടീസ് ചെയ്യണമെന്നില്ല. അപ്പൊ ഇങ്ങനെ കൊണ്ടുവന്നു കണ്ട നിങ്ങൾ ക്ലച്ചിൽ നിന്ന് എടുത്തോണ്ട് ഓടരുത്. ഞാൻ ഈ കാല് മാറ്റി വെച്ച് കാണിച്ചുതരാം. ഇപ്പൊ നമ്മൾ ഈ കാല് മാറ്റി വെക്കുമ്പോൾ ഇതല്ലേ, നമുക്ക് ഇത്ര എടുക്കുമ്പോൾ സ്വല്പം ഒരു അനക്കം കിട്ടും. ഞാൻ മുകളിലോട്ട് പോകുന്നില്ല ക്ലച്ചിൽ കാലെടുത്തോണ്ട്. അപ്പൊ നമുക്ക് ചെറിയൊരു അനക്കം, നമുക്ക് ഇതാണ് കാർ പോർച്ച് കിടക്കുന്ന ഒരു വണ്ടി എടുക്കുമ്പോൾ കണ്ട, നമുക്ക് അതുപോലെ തന്നെ ട്രാഫിക് കിടക്കുന്ന വണ്ടി കണ്ട. അപ്പൊ നമ്മൾ ആ ഒരു സ്പീഡിനനുസരിച്ച് മുകളിലോട്ട് പോകാതെ വീണ്ടും നമുക്ക് സ്പീഡ് കൂടുവാണോ സ്വല്പം ക്ലച്ച് താത്തു കൊടുക്കുക. കൂടുതൽ താത്തോണ്ട് പോകരുത്, അത് ന്യൂട്രലായി പോകും. അപ്പൊ നമുക്ക് വണ്ടി ചിലപ്പോൾ ഇറക്കമാണെങ്കിൽ എന്ത് ചെയ്യും? വണ്ടി മുന്നോട്ട് തന്നെ ഉള്ളൂ, അല്ലെങ്കിൽ കയറ്റമാണെങ്കിൽ എന്ത് ചെയ്യും? ബാക്കിലേക്ക് പോകും. അപ്പൊ നമ്മൾ ആ ഒരു വൈറ്റിംഗ് പോയിന്റ് വന്നു, സ്വല്പം പൊക്കി, നമ്മൾ എത്രയും പൊക്കിയോ അത്രയും മാത്രം താത്തു കൊടുക്കുക. അപ്പൊ ആ വൈറ്റിംഗ് പോയിന്റ് തന്നെ നിൽക്കും വണ്ടി. ഇത് കണ്ടില്ലേ? അപ്പൊ വീണ്ടും നമ്മളെ വണ്ടി മുന്നെടുത്ത വണ്ടി അനങ്ങി, നമ്മുടെ വണ്ടി അനക്കി, ആ വണ്ടി നിർത്തി, നമ്മുടെ വണ്ടി നിർത്തി. കണ്ടാ, കൃത്യമായിട്ട് ബ്രേക്ക് പോലും ഇല്ലാതെ ക്ലച്ചിന്റെ ആ ഒരു കൺട്രോൾ നിലനിർത്തി എന്ത് ചെയ്യാം? ഇതേപോലെ ഏത് ട്രാഫിക് ബ്ലോക്കുകളാണെങ്കിലും അതുപോലെ തന്നെ ഏത് കയറ്റത്തൂടെ ആണെങ്കിലും എവിടെയാണെങ്കിലും വീടിന്റെ സ്പേസ് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിലും നമ്മളെല്ലാം ഈ ക്ലച്ചിന്റെ ആ ഒരു ഇതിൽ വെച്ചാണ് പതുക്കെ എടുക്കുന്നത്. കണ്ടില്ലേ? അപ്പൊ ഞാനിപ്പോ റിവേഴ്സ് വിട്ട് കാണിക്കാം. അതുപോലെ തന്നെ റിവേഴ്സ് ഗിയറിലാണല്ലോ അതുപോലെ തന്നെ നമ്മളെടുത്ത് ഓടേണ്ട കാര്യമില്ല. നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ പവർ ഉള്ള ഗിയർ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഗിയർ ആണ്. ഒരു വണ്ടിയെ കിടക്കുന്ന ഒരു ഗിയറിൽ റിവേഴ്സ് ഗിയറാണ് ഏറ്റവും പവർ ഉള്ളത്. അപ്പൊ നമ്മൾ ഒരു സെക്കൻഡ് ഗിയറിന്റെ സ്പീഡ് ഉണ്ടാകും നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ടെടുക്കുന്ന സമയത്ത്. അപ്പൊ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് എടുത്തോണ്ട് ഓടാതെ
സ്വല്പം മാത്രം എടുക്കുക. അഥവാ സ്പീഡ് കൂടുവാണെങ്കിൽ വീണ്ടും ചെയ്യാം, ഞാൻ ഈ കാണിച്ചതുപോലെ ഒന്ന് താത്തു കൊടുക്കുക. ഒരുപാട് താത്തോട്ട് പോകണ്ട, വീണ്ടും അതുപോലെ തന്നെ ക്ലച്ച് എടുക്കുക, താത്തു കൊടുക്കുക, ക്ലച്ച് എടുക്കുക, താത്തു കൊടുക്കുക. കണ്ട, നമുക്ക് നോർമൽ സ്പീഡിൽ വണ്ടി നിന്നുകൊണ്ട് തന്നെ ഒരു വണ്ടി കൺട്രോൾ തെറ്റാതെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഇതേപോലെ നമുക്കൊരു വാഹനം എവിടെ കിടക്കുന്ന ഒരു വാഹനമാണെങ്കിലും എന്ത് ചെയ്യാം, കയറ്റത്താണെങ്കിലും ട്രാഫിക്കിലാണ് കിടക്കുന്ന വാഹനം ഇതുപോലെ നമുക്ക് ഓടിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ചു തന്നതൊക്കെ വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടായാലും ഇന്ന ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അത് കമന്റായിട്ട് തന്നെ ചോദിക്കുക. പലരും വന്നിട്ട് വാട്സപ്പിൽ വന്ന് ചോദിക്കാറുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇടുന്ന ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ കമന്റായിട്ട് ചോദിച്ചാൽ മറ്റുള്ളവർക്ക് അത് മനസ്സിലാകും. നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതെന്നും അതെനിക്ക് പ്രചോദനമായിരിക്കും. നിങ്ങൾ ചോദിച്ചുകൊണ്ട് എനിക്കൊരു വീഡിയോ ചെയ്യാൻ തന്നെ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും അത് കമന്റായിട്ട് തന്നെ, ഈ വീഡിയോ നിങ്ങൾക്ക് അത് എന്തായാലും യൂസ്ഫുൾ ആയി എന്നുള്ളതും അത് അഭിപ്രായമായിട്ട് നിങ്ങൾ കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.